ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഇപ്പോഴല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന രണ്ട് സെറ്റിങ്സുകളും നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ ഒന്ന് ചെയ്തു വെക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു പ്രശ്നം നമുക്ക് നേരിടാനുണ്ട്. അത് പലർക്കും ഉള്ളത് കൊണ്ടാണ്. കാരണം പലരും നമുക്ക് കമൻ്റ് ആയിട്ട് അയക്കാറുണ്ട് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ടടുത്ത ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് സെറ്റിങ്സുകളാണ്. നമുക്കത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. പക്ഷേ ചില സമയത്ത് വാട്സപ്പൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ആയി പോവുക അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോകുക, അങ്ങനത്തെ സമയങ്ങളിലാണ് നമുക്കത് വളരെയധികം യൂസ്ഫുൾ ആണെന്നുള്ളത് മനസ്സിലാവുക. അപ്പം ആ ഒരു രണ്ട് സെറ്റിങ്സ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സെറ്റിങ്സ്, അതായത് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണും. അവിടെ നമുക്ക് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ നെയിം കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് QR സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത് കാണാം ഒരു ഡ്രോപ്പ് ഡൗൺ എയറോ കാണിക്കുന്നുണ്ട് അല്ലേ. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട താഴെയായിട്ട് ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആഡ് അക്കൗണ്ട്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു നമ്പർ കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുള്ള ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആഡ് അക്കൗണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമതായിട്ടുള്ളൊരു കാര്യം, നമുക്ക് ആദ്യമൊക്കെ നമ്മളൊരു വാട്സപ്പ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു ബിസിനസ് അക്കൗണ്ട് വേറെ തന്നെ നമ്പറിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇതേ നമ്പറിൽ തന്നെ, ഇതേ വാട്സപ്പിൽ തന്നെ നമുക്ക് പുതിയൊരു നമ്പർ കൂടി ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. എന്നിട്ട് ഇതേ നമ്പറിൽ തന്നെ നമുക്ക് ബിസിനസ് അക്കൗണ്ടും, ഇതേ ഫോണിൽ തന്നെ, ഇതേ വാട്സപ്പിൽ തന്നെ നമുക്ക് ബിസിനസ് അക്കൗണ്ടും അതേപോലെ തന്നെ സാധാ നമ്മുടെ അക്കൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, ഇവിടെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ യെസ് കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ആയിട്ട് കോൾ വരും, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പറയുന്നുണ്ട് മെസ്സേജ് വരുന്നുള്ള കാര്യം പറയുന്നുണ്ട് OTP ആയിട്ട്. അപ്പം ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയൊരു നമ്പർ കൂടി നമുക്ക് ഇതിലേക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. അഥവാ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ നമ്പറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാട്സപ്പിൽ ചാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതേ ഓപ്ഷനിൽ നമുക്ക് സെറ്റിങ്സിൽ അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് പുതിയൊരു നമ്പർ ആഡ് അക്കൗണ്ടിൽ കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതുവഴിയുള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഥവാ നമ്മുടെ ഒരു നമ്പറിൽ വാട്സപ്പ് വന്നിട്ടില്ലെങ്കിലും മറ്റേ നമ്പർ നമുക്ക് ആക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, ഇവിടെ നമുക്ക് സെറ്റിങ്സിൽ ഇമെയിൽ അഡ്രസ്സ്, അക്കൗണ്ട്സിൽ പോയാൽ ഇമെയിൽ അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ഈ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ നിർബന്ധമായും നമ്മൾ വാട്സപ്പിൽ കൊടുക്കേണ്ടതാണ്. അതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക്, അഥവാ നമ്മുടെ വാട്സപ്പ് ഡിലീറ്റ് ആയി പോവുകയാണ് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ആയി പോകുന്ന സമയത്ത് നമ്മൾ അഗെയിൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു കോഡ് നമ്പർ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് അവർ അയക്കും. അഥവാ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ആ കോഡ് നമ്പർ വന്നിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കാനുള്ള പുതിയൊരു ഓപ്ഷനും കൂടിയാണത്. അപ്പം നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പിന്നീട് വാട്സപ്പ് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ID കൂടി നിങ്ങളുടെ ഫോണിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സെറ്റിംഗ്സുകളും നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്തെങ്കിലും വാട്സപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, വാട്സപ്പ് പോവുകയാണ് അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകൾ നഷ്ടമാവുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വാട്സപ്പ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഡ് ചോദിക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഫോൺ നമ്പറിലേക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ മറ്റൊരു ഫോൺ നമ്പർ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇമെയിൽ IDയിലേക്ക്, അങ്ങനത്തെ 2-3 ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നതാണ്. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസാണ് ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ടടുത്ത ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ്, സൈനിങ് ഔട്ട്.